അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും അമേരിക്ക ഡബിൾ സ്റ്റാൻഡേർഡ്. ഒന്ന് അവർ ഇസ്രായേലിൻ്റെ കൂടെയാണ്, അവർ പാകിസ്ഥാൻ്റെ കൂടെയാണ്, അവർ ഇന്ത്യക്കെതിരുമാണ്. ഇത് ആൻറ്റി ഇസ്രായേൽ കോalitionആണ് ബേസിക്കലി ആൻറ്റി ഇസ്രായേൽ കോalition. അതിന് കാരണങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഉദ്ദേശം വിശാല ഇസ്രായേലാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു 2 വാർ തിയേറ്ററാണ്. അതായത് പാകിസ്ഥാനും ചൈനയും ഒരേ സമയം യുദ്ധം ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. ബംഗ്ലാദേശ് കൂടി വരുമ്പോൾ ഒരു ഏരിയ കൂടി നമ്മൾ ശ്രദ്ധിക്കണം, 3 വാർ തിയേറ്റർ ആവും. മോഡിയെ ടോപ്പിൽ ചെയ്യണത് അത്ര എളുപ്പമല്ല. അതിന് പല സാധനങ്ങളും ഏജൻസിയും ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ. ഇപ്പോൾ ഇത് പാകിസ്ഥാൻ ശക്തിപ്പെടും എന്നുള്ളതാണ്. സൗദി എന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകത്തിലൊരു സേവുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ തുർക്കിയുണ്ട്. സൗദിയുടെ കയ്യിൽ പൈസയുണ്ട്. തുർക്കി നാറ്റോയിലെ മെമ്പറാണ്. ഈ പാകിസ്ഥാൻ അതിന് അണുവായതുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ രാജ്യങ്ങൾ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു. ഈ സഖ്യം പലരുടെയും പുരികം ചുളിയിക്കുന്നതിന് കാരണമായി. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതായിരുന്നു ഏവരുടെയും ചോദ്യം. ഇന്ത്യക്ക് ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? അമേരിക്ക എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്നാൽ ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ ബംഗ്ലാദേശും വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇവരുടെ ലക്ഷ്യം? എവിടെയാണ് ഇവർ കടന്നു കയറാൻ പോകുന്നത്? ആരൊക്കെ ഇതിൽ ജാഗ്രത പുലർത്തണം? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയത്തിൽ എന്താണ് ഫക്രുദ്ദീൻ അലിക്ക് തോന്നുന്നത്? പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, നമുക്ക് സൗദിയെ മാറ്റി നിർത്താം. പാകിസ്ഥാനും തുർക്കിയും ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ കുപ്രസിദ്ധരാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശും, ആ ബംഗ്ലാദേശ് കൂടി ഈ സഖ്യത്തിലേക്ക് വരികയാണ്. വാട്ട് മൈറ്റ് ബി ദെയർ ടാർഗറ്റ്? ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇതിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ കോറെന്ന് വെച്ചാൽ സൗദി അറേബ്യയാണ്. സൗദി തന്നെയാണ്. സൗദിയാണ്. പണം വേണ്ടേ? അതാണ് സാധനം കയ്യിലുണ്ടായിരിക്കാനാണ് പണം. ഓക്കെ. സൗദിയുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇസ്രായേലാണ്. ഇത് ആൻറ്റി ഇസ്രായേൽ കോalitionആണ് ബേസിക്കലി ആൻറ്റി ഇസ്രായേൽ കോalition. അതിന് കാരണങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഉദ്ദേശം വിശാല ഇസ്രായേലാണ്. അതായത് ഈജിപ്റ്റ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ടുണീഷ്യ, അപ്പോൾ അവർ അതുപോലെ തന്നെ ലെബനൻ, സിറിയ, സൗദിയുടെ ചില ഭാഗങ്ങൾ, തുർക്കിയുടെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഫ്രിക്കയിൽ, ഏഷ്യയിലായിട്ട് കിടക്കുന്ന ഫെർട്ടൈൽ ക്രസന്റ് എന്ന പ്രദേശമുണ്ട്. ഇത് ബൈബിളിൽ വന്നിരിക്കുന്ന പ്രദേശമാണ്. കണ്ടവൻ്റെ പ്രദേശം ബൈബിളിൽ അവരെ ദൈവം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വന്നിരിക്കുന്ന പ്രദേശമാണ് ഇത്. പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടണം, വിശാല ഇസ്രായേൽ സ്ഥാപിക്കണം എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ, ഏഷ്യയിലായിട്ട് ഇന്നിപ്പോൾ ലോകത്ത് അങ്ങനെ രാജ്യങ്ങൾ കുറവാണ്. രണ്ട് ഭൂഖണ്ഡങ്ങളാണ് റഷ്യയും തുർക്കിയൊക്കെ ഉള്ളതെന്നും. അപ്പോൾ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് ഇതിന് സൗദി അറേബ്യയ്ക്ക് ഈജിപ്തിനും എല്ലാം തന്നെ പരമാധികാരം നഷ്ടപ്പെടും. അപ്പം ഇപ്പോഴത്തെ വേൾഡ് കൺട്രോൾ ചെയ്യുന്ന ഈ ജൂതന്മാരാണ്. അവർ വിചാരിക്കുന്നത് ബേസിക്കലി കത്തോലിക്ക സഭയാണ്. അവർ പിന്നെ ഇതിലൊന്നും ഇടപെടാതെ നിൽക്കുകയാണ്. ആക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരാണ്, ഇസ്രായേലികളാണ്. അമേരിക്കൻ അവർ ഉപയോഗിക്കുന്ന ആസ് എ ടൂൾ. അപ്പം ഇതാണ് സൗദിയുടെ മെയിൻ കൺസേൺ. സൗദിയെ സംബന്ധിച്ചിടത്തോളം ആറ്റം ബോംബില്ല. സൗദിക്ക് മറ്റു കാര്യങ്ങളെ കൊണ്ട് ചില ഇസ്രായേലിനെ പിടിച്ചു നിർത്താൻ പറ്റിയെന്നൊക്കെ വരും. പക്ഷേ 2 പ്രശ്നങ്ങൾ സൗദിയുടെ മുന്നിൽ. ഒന്ന്, ആറ്റം ബോംബില്ല. 2, ഇസ്രായേലിനെ പോലെയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി ഇല്ല എന്നുള്ള. അത്ര ജനസംഖ്യ ഇല്ലല്ലോ, വിശാലമായ രാജ്യമാണ്, വലിയൊരു രാജ്യമാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ സൗദി അറേബ്യയിലെ എണ്ണ റിസോഴ്സസ് അവർക്ക് നല്ല കണ്ണുള്ള, അവരെന്നും ചാർത്തി പിടിച്ച കച്ചവടക്കാരാണ് ജൂതന്മാർ ഇസ്രായേലിൽ എന്ന് പിന്നെ കണ്ണുള്ളതാണ്. അപ്പോൾ അതാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ കൺസേൺ. മാത്രമല്ല, അവർ ഇറാനെയൊക്കെ ആക്രമിച്ചതോട് കൂടിയിട്ട് നാളെ അവരാരെയും ആക്രമിക്കാം എന്നുള്ളൊരു ഫീലുണ്ട്, എന്ത് ചെയ്യാന്നുള്ള ഒരു ഫീലുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഇസ്രായേലിനെതിരാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ തുർക്കി നമ്മുടെ നേരിട്ടുള്ള ശത്രു എന്നല്ല. തുർക്കിയെ സംബന്ധിച്ച് തുർക്കിയുടെ പ്രോബ്ലം വെച്ചാൽ തുർക്കിക്കാരാണ് ബേസിക്കലി പാകിസ്ഥാനികൾ. ഉത്തരേന്ത്യൻ മുസ്ലിം തുർക്കി വംശജരാണ് പൊതുവെ. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. രണ്ടാമത്തത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ വീണ്ടും ഒരു ഖലീഫാകാമെന്ന് എർദോഗനൊരു മോഹമുണ്ട്. 3, എർദോഗൻ തന്നെ ഇസ്രായേൽ അവരുടെ അതിർത്തികൾ ഇതിലേക്ക് വ്യാപിക്കുമെന്നൊരു ഫീലുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ പാകിസ്ഥാൻ അണുബോംബ് ഇവർക്കും ആവശ്യമുണ്ട്. ഇസ്രായേലായ അണുബോംബുണ്ട്, അത് അവർ ഏത് സമയം ഉപയോഗിക്കും. ഇന്ത്യ പോലെ ഒന്നല്ല. കാരണം അവരത് മുമ്പ് ഉപയോഗിക്കാൻ തീരുമാനിച്ചാണ്. 2067 മറ്റോ 7 ഡേ വാറിൻ്റെ സമയത്ത്, 6 ഡേ വാറിൻ്റെ സമയത്ത് അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചാണ്. പക്ഷേ ഭാഗത്തിന് അവർ ജയിച്ചതുകൊണ്ട് നമുക്ക് ദുരന്തം ഒഴിവാക്കി കിട്ടിയത്. അവർ തോൽക്കുന്ന ഘട്ടത്തിൽ അവരിത് ഉപയോഗിക്കും. അവർ കണ്ണ് ചോരയില്ല. 2000 വർഷമായിട്ട് അവരെ ലോകത്ത് മൊത്തം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ലോകത്തൊക്കെ ഇന്ത്യയിലും മുസ്ലിം രാജ്യങ്ങളാണ് കുറച്ച് ഭേദപ്പെട്ട ട്രീറ്റ്മെൻറ്റ് അവർ കിട്ടിയത്. ഇന്ത്യ കഴിഞ്ഞാൽ ബാക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതികാര ബുദ്ധിയും ആ ഒരു സാഡിസും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ അവരുണ്ടാക്കിയെടുത്ത ഇൻ്റലിജൻസ് നെറ്റ്വർക്കും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ
അവർക്ക് അവരോട് ഒരു ദയൊന്നും ദാക്ഷിണ്യമൊന്നുമില്ല. അവരെ മാത്രമേ മനുഷ്യന്മാരായി പോലും കരുതുന്നുള്ളൂ. ബാക്കിയെല്ലാം വെള്ളം വെട്ടുകാരും ഞാൻ നിങ്ങളൊക്കെ അവർക്ക് കത്തോലിക്കരും എല്ലാം തന്നെ അവർക്ക് വെള്ളം വെട്ടുകാരും വെള്ളം കോരികളും വിറകെട്ടുകാരാണ്. കൃത്യമായിട്ട് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് അതാണ് അവരുടെ പോളിസി. ഓക്കെ, അവർക്ക് ആരോടും കമ്മിറ്റ്മെൻറ്റ് ഇല്ല. ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ പാകിസ്ഥാനെ കർട്ടയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല നമ്മൾ പ്രത്യേക സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. കച്ചവടം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരങ്ങോട്ട് കയറുന്നു. അതുകൊണ്ടാണ് തുർക്കിയുടെ മെയിൻ കൺസേൺ. പാകിസ്ഥാനെ തുർക്കി സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു കൺസേണിൻ്റെ പുറത്താണ്. കാരണം പാകിസ്ഥാനായിട്ട് ആറ്റം ബോംബ് ഓക്കെ, പിന്നെ ഒരു അസറ്റാണ് അവർ. കാരണം പാകിസ്ഥാന് പണം ആവശ്യമുള്ള രാജ്യമാണ്. പല കാര്യങ്ങളും കൊടുത്തവരെ അവിടുത്തെ പട്ടാള നേതൃത്വത്തെ പാട്ടിലാക്കിയാൽ മാത്രമല്ല ഇത് തൂക്കി വരുമ്പോൾ അതിൽ ഖലീഫ വരുന്നുണ്ട്. പാകിസ്ഥാനികളെ ഒന്ന് ഇറക്കാൻ പറ്റും. പാകിസ്ഥാനികൾ ബേസിക്കലി അറബികളല്ലല്ലോ. ഇന്ത്യൻ മുസ്ലിങ്ങൾ അറബ് വംശജർ എന്ന കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ബാക്കി ഉത്തരേന്ത്യക്കകത്ത് ടർക്കിഷ് വംശജരാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ വംശജരാണ് പാകിസ്ഥാനികൾ. അപ്പം ഇതാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും വരുമ്പോൾ ഇന്ത്യക്ക് എതിരാണ്. കാരണം പാകിസ്ഥാൻ ഇസ്രായേലായിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, വിദൂരമായി കിടക്കുന്ന രാജ്യമാണ്. അവരുടെ പ്രശ്നം ഇന്ത്യയായിട്ടാണ്. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ശത്രു നമ്മളാണ്. ആ ബംഗ്ലാദേശ് കൂടി വരുമ്പോൾ നമുക്കത് വരികയാണെങ്കിൽ നമുക്ക് കൺസേൺ കൂടും. അതെ, കാരണം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഒരു 2 വാർ തിയേറ്ററാണ്. അതായത് പാകിസ്ഥാനും ചൈനയും ഒരേ സമയം യുദ്ധം ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. ബംഗ്ലാദേശ് കൂടി വരുമ്പോൾ ഒരു ഏരിയ കൂടി നമ്മൾ ശ്രദ്ധിക്കണം, 3 വാർ തിയേറ്ററാവും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതേസമയം 3 യുദ്ധങ്ങൾ ചെയ്യാം, 3 ഫ്രണ്ടുകൾ യുദ്ധം ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അതൊരു കൺസേൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. അപ്പം ഇതിൽ ആരൊക്കെ ഇന്ത്യ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ, ജാഗ്രത പുലർത്തിയാൽ മതിയോ, അതോ മറ്റേതെങ്കിലുമൊക്കെ രാജ്യം? കാരണം നമുക്കറിയാം ഈ ഗൾഫ് മേഖലയുടെയൊക്കെ തന്നെ എന്താണ് കൂലിപ്പട്ടാളം, പെയ്ഡ് മിലിറ്ററി സർവീസ് അവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് US ആണ്. അതുകൊണ്ടാണ് ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും? അമേരിക്ക ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഒന്ന് അവർ ഇസ്രായേലിൻ്റെ കൂടെയാണ്, അവർ പാകിസ്ഥാൻ്റെ കൂടെയാണ്, അവർ ഇന്ത്യക്കെതിരുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരും. അതേസമയം തന്നെ അവരുടെ ഒരു നോഡ് കിട്ടാതെ സൗദി അറേബ്യയിൽ മൂവ് ചെയ്യില്ല. നാറ്റോയിൽ കിടക്കുന്ന തുർക്കിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നോഡ് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ അവർക്ക് പേടിയായിരിക്കും. കുറേ ജൂതന്മാരുണ്ടെങ്കിൽ ആൻറ്റി ജൂയിഷ് ലോബി അവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇസ്രായേലിനെ അവർക്ക് പേടിയാണ്. അപ്പോൾ ഇസ്രായേലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ പിടിച്ചു നിർത്താനോ ഇന്ത്യനെ നശിപ്പിക്കാനോ എല്ലാം അവർ ഈ ഘട്ടം ഉപയോഗിക്കും. അമേരിക്ക ഈസ് നോട്ട് എ ഫ്രണ്ട് ഓഫ് എനിവൺ. ഓക്കെ, അമേരിക്ക അവരുടെ താല്പര്യമേ ഉള്ളൂ. അല്ല, നമുക്ക് മുൻപ് ഒരു വർത്തമാനമുണ്ടായിരുന്നത് അസ്ഥിരത ബംഗ്ലാദേശിൽ കൊണ്ടുവന്നത് US-ന്റെ യൂസ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പ്രശ്നം എന്തായാലും ഇവിടെ അവർക്ക് നശിപ്പിക്കേണ്ട രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അതിങ്ങനെ കോalition വന്നു കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ നിന്ന് തന്നെ അത് മീൻ പിടിക്കാം. അതായത് ഇറാൻ ഉപയോഗിച്ചുകൊണ്ട് സദ്ദാമിനെ തകർക്കാൻ ശ്രമിച്ച പോലെ ഉള്ളൊരു പരിപാടിയാണ്. ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിട്ട് ഇവിടെ ന്യൂക്ലിയർ ആംബിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ പിന്നെ നൂറ്റാണ്ടല്ലോ മിനിമം 10 പതിറ്റാണ്ടുകളെടുക്കും തിരിച്ചു വരാൻ. ഓക്കെ, ചൈനയും ഇതിലൊരു കളി കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനയുടെ ഇസ്രായേൽ അവരുടെ ശത്രുവല്ല, ഇന്ത്യ അവരുടെ ശത്രുവാണ്. അപ്പോൾ അവരുടെ തൊട്ട് താഴെ ഒരു രാജ്യം അതിവേഗം വളർന്നു വരുന്നതിൽ അവർക്ക് വലിയ കൺസേൺ ഉണ്ട്. അവർ നേരിട്ട് യുദ്ധത്തിന് വന്നാൽ നമ്മൾ അവർ ചിലപ്പോൾ യുദ്ധത്തിലൊക്കെ ജയിച്ചെന്ന് വരും. പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ രീതിയിൽ പ്രഹരം നമുക്ക് കൊടുക്കാൻ പറ്റും. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് പാണ്ഡവരുടെ അവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? പാകിസ്ഥാൻ ഉപയോഗിച്ച് ഇന്ത്യയെ താക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതാണ് ആ വിങ് ഒന്ന് സ്ട്രോങ് ആയി. അപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ച് ഇന്ത്യയെ താക്കുമ്പോൾ നേരിട്ട് നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ യുദ്ധം നടന്നാൽ നമ്മളെ നശിക്കില്ല, അവർ നശിക്കില്ല. ഓക്കെ, അപ്പോൾ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്തരത്തിലൊരു കോalition. പ്രത്യക്ഷത്തിൽ അവരില്ലെങ്കിൽ പോലും ഇൻ്റലിജൻസ് നിങ്ങളാണ് ഈ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിലല്ല, ഏതെങ്കിലും ഇരുണ്ട ബാറിലെ മൂലയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഏജൻറ്റുമാരെയാണ് നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ താല്പര്യം നിങ്ങൾ കാണുന്നതായിരിക്കില്ല. 100 വർഷത്തെ താല്പര്യങ്ങളായിരിക്കും. അമേരിക്ക ഒരു കാരണവശാലും ഇന്ത്യയെ വെറുപ്പിക്കില്ല. അവർ പാകിസ്ഥാൻ്റെ കൂട്ട് തൽക്കാലം പിടിക്കുന്നത് ചൈനയെ എതിർക്കാനുള്ള വട്ടം കൂട്ടുന്നതിന് വേണ്ടിയാണ്. ചൈനയുമായി പാകിസ്ഥാൻ വട്ടം കൂട്ടില്ല എങ്കിലും, ഈ യുദ്ധം കൂടില്ല എങ്കിലും പാകിസ്ഥാനിൽ ഇടം വേണം US-ന്, ഇന്ത്യയിൽ ഇടം വേണം. ഇന്ത്യ അത് കൊടുക്കില്ല. പക്ഷേ പാകിസ്ഥാനിൽ വേണം, ബംഗ്ലാദേശിൽ വേണം. അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സാമ്പത്തികമായാണെങ്കിലും സൈനികമായാണെങ്കിലും ചൈനയാണ്. അത്തരത്തിലൊരു നിരീക്ഷണവും വരുന്നുണ്ട്. സിമ്പിളാണ്. സൗദി, തുർക്കി, പാകിസ്ഥാൻ ഇത് 3 അമേരിക്ക പറയുന്നതിനപ്പം എന്തെങ്കിലും ചെയ്യും? ഇല്ല. ഇത്രയുള്ള അതിൻ്റെ ഉത്തരം. അതൊരു വേർഷനാണ്. 2 ഇന്ത്യ അവരെ ഏറ്റവും ഭയപ്പെടുന്ന രാജ്യമാണ്, ജനാധിപത്യ രാജ്യം. ചൈന ജനാധിപത്യ രാജ്യമല്ല. അപ്പോൾ ഇന്ത്യ ഒരു വേൾഡ് പവർ എന്നുള്ള പേടി അവർക്കുണ്ട്. നമുക്ക് അതിൻ്റെ റിസോഴ്സസും മാർക്കറ്റും എല്ലാം നമുക്കുണ്ട്. ഈ രാജ്യത്തിൻ്റെ ചരിത്രം അങ്ങനെ പിടികൊടുക്കാത്ത വരാല് പോലുള്ള രാജ്യമാണ്. അതിൻ്റെ പേടി അവർക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ തകർക്കാന്നുണ്ട്. ഇന്ത്യ എന്നുള്ള ഈ ഭൂഖണ്ഡം ഇവിടെ വേണം.
ഈ ജനങ്ങൾ. പക്ഷേ ഇപ്പം കാണുന്ന ഇന്ത്യക്കാർ അവർക്ക് ആവശ്യമില്ല. മീൻസ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണോ ഉദ്ദേശിച്ചത്? ഗവൺമെൻറ്, രണ്ടാമത് ഇപ്പോഴുള്ള ഇന്ത്യക്കാരുണ്ടല്ലോ, ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യക്കാർ, ഓക്കെ, അതിനെ അവർക്ക് വലിയ താല്പര്യമില്ല. ഹിന്ദുക്കളെ താല്പര്യമില്ല. ഇല്ല, ഞങ്ങളൊക്കെ അഷ്ടമുള്ള സെമറ്റിക് മതങ്ങളാണ്. ഞങ്ങൾക്ക് ബിംബാരാധന ഭയങ്കര തെറ്റാണ്. ഞങ്ങളൊക്കെ മതങ്ങൾ ഉണ്ടായത് അത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ശ്രമങ്ങൾ പല തരത്തിലുണ്ടാകും ഇന്ത്യയെ തകർക്കാൻ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ കൂട്ടുകെട്ടും. അതെ, തുർക്കി, പാകിസ്ഥാൻ, സൗദി, അതുപോലെ തന്നെ അമേരിക്കനെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവർക്ക് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ മോഡി അവർ വിചാരിച്ച അവരെ അതിലെ കളിപ്പാവായി കിട്ടിയെന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മുൻപ് പലപ്പോഴും അതുകൊണ്ട് എങ്ങനെയെങ്കിലും മോഡിയെ ടോപ്പിൾ ചെയ്യണം, അതാണ് ഒരു കാര്യം. ആ മോഡിയെ ടോപ്പിൾ ചെയ്യണത് അത്ര എളുപ്പമല്ല. അതിന് പല സാധനങ്ങൾ ഏജൻസിയും ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ. ഇപ്പോൾ ഇത് പാകിസ്ഥാൻ ശക്തിപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കണക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ യുദ്ധമാണ്. സൗദി അറേബ്യ അതിൽ പാകിസ്ഥാൻ ഓപ്പണായി സഹായിക്കുന്ന സാധ്യത കുറവാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഓയിൽ ബിസിനസ് നടത്തുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡോളർ കൊടുക്കുന്നത് നമ്മളാണ്. അവരുമായിട്ട് വളരെ നാച്ചുറലായിട്ട് റിലേഷൻഷിപ്പാണുള്ളത്, ഹിസ്റ്റോറിക്കലി ഉള്ളത്. അതുകൊണ്ട് സൗദി പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിയുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗം കൂടുമ്പോൾ സമയത്തായിരിക്കും പ്രോബ്ലം വരാൻ സാധ്യത. അപ്പം പിന്നെ സൗദത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ലല്ലോ. അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പായിരിക്കും പ്രശ്നം. എനിക്ക് തോന്നുന്നു സൗദിക്ക് ഒരേ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇസ്രായേൽ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ എക്സ്പാൻഡ്, അത് ആ കൺസേൺ ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ പല മിനിസ്റ്റർമാരൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. കാരണം ചില കച്ചവട കരാറുകൾ സൗദിയും ഇസ്രായേലും തമ്മിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉണ്ടായേക്കും എന്നുള്ള സൂചന. അബ്രഹാമിക് ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ അവർ ഈ ഇസ്രായേൽ തൊട്ടടുത്ത ഇപ്പം ഹമാസ് തുടങ്ങിയ യുദ്ധമാണ് മറ്റേത്. ഹമാസിനെ കൊണ്ട് നെതന്യാഹു തുടങ്ങിയ യുദ്ധമാണ്. അത് നടക്കുന്ന മാത്രമല്ല, ലെബനൻ സിറിയക്കൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ഫീൽ അവർക്കുണ്ട്. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ മക്ക വരെ അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ എങ്ങനെ ശരിയാവുക? ഓക്കെ, അങ്ങനെ ഒരു സംഭവമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും മക്കയിൽ വലിയ ബന്ധമൊന്നുമില്ല. നമ്മൾ ഇബ്രാഹിം നബിയാണ് അവിടുത്തെ കഅബ കല്ല് പ്രതിഷ്ഠിച്ചതെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത് അവരുടെ സെറ്റിൽമെൻ്റ് ആണ്. അതുകൂടി അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിലിവിടെ കുറേ എന്താ പറയുക, പിന്നെ എന്താ സംഭവം എന്ന് പറയുക, ഈ സാധനം സപ്പോർട്ട് ചെയ്യുന്നവർ ഇത് ഭയങ്കര കാക്കായ്മാർ കടുത്ത പണി കഅബയും ഞങ്ങൾക്ക് തോന്നുന്നു നടക്കുന്നുണ്ട്. എന്തിനും ഒരു പരിധിയില്ലേ അല്ലേ? എല്ലാത്തിനും പരിധിയില്ലേ, ലിമിറ്റില്ലേ? ഇവന്മാർ നമ്മളവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. ഈ ജൂതന്മാരല്ലേ ഇസ്രായേലികൾ. ഓക്കെ, ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാനും തുർക്കിയും ബംഗ്ലാദേശും ഒക്കെ നീങ്ങുന്നതെന്ന് ഇതിൻ്റെ പെർസ്പെക്റ്റീവ്. സൗദിയെ സംബന്ധിച്ച് ഇന്ത്യ ലക്ഷ്യമല്ല, തുർക്കിയെ സംബന്ധിച്ച് ഇന്ത്യ മെയിൻ ടാർജറ്റല്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യ മെയിൻ ടാർജറ്റാണ്. ഈജിപ്റ്റ് വന്നാൽ ഈജിപ്റ്റ് ഇന്ത്യ ടാർജറ്റല്ല. അതെ, ഈജിപ്റ്റ്. പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇസ്രായേൽ നമ്മളെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് നമ്മളെ വലിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് വരുന്ന പല തിങ്ക് ടാങ്കുകളുടെ ഒപ്പീനിയൻ ഇന്ത്യ ഈസ് വിത്ത് അസ്. അമേരിക്കനേക്കാളും വലിയ ശക്തി ഇന്ത്യനെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം നിങ്ങൾ ബാബുവിനേക്കാളും വലിയ ആരോഗ്യമുള്ള ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവില്ലേ? അത്രേ വരുമെന്ന് നമുക്ക് തന്നെ അറിയാം. അമേരിക്ക എവിടെ കിടക്കുന്നു, ഇന്ത്യ എവിടെ കിടക്കുന്നു. നമ്മൾ നാളെ എമേർജ് ചെയ്ത് വരും ഒരു പക്ഷേ അമേരിക്കനേക്കാളും വലുതായിട്ട്. ഇന്നത്തെ സ്ഥിതിയാണ്. അപ്പോൾ നമ്മളെയും കൂടി വലിച്ചുകൊണ്ട് അവരെ കൂടെ കെട്ടിക്കാനും, എന്നിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിനെ നിർത്താനും അവർ നഷ്ടം മൊത്തം നമുക്ക്. ഏതാണ്ട് ഒരു കോടി മാത്രമുള്ള ജൂതന്മാർ മൊത്തം സേഫായിരിക്കും. അങ്ങനെ ശ്രമം നമ്മൾ നടത്തുന്നത്. ആ കണിയിൽ നമ്മൾ വീഴരുത്. ഓക്കെ, അങ്ങനെയാണ് മാത്രമേ സൗദി ഈജിപ്റ്റൊക്കെ ഇന്ത്യക്കെതിരെ തിരിയുള്ളൂ. അല്ല അവർക്ക് തിരിയാൻ ഒരു കാരണമില്ല. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള സഖ്യങ്ങളാണ് സത്യത്തിൽ 1-2 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. അല്ല, ഇതിപ്പോൾ നമുക്കിപ്പോൾ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇന്ത്യ ഇസ്രായേലിനൊപ്പം ചേർന്നൊരു സൈനിക നീക്കം ആർക്കെങ്കിലും എതിരെ പറയാൻ പറ്റില്ല. ആ രീതിയിൽ സപ്പോർട്ട് ബേസ് ഇവിടെ ഇൻഫ്ലുവൻസേഴ്സിനെ അവർ ഭയങ്കരമായിട്ട് വിലക്കെടുക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഓൺലൈനായിട്ടും പേപ്പറിലും കോളമിസ്റ്റുകളെല്ലാം തന്നെ. BJP നല്ല വിഭാഗം BJP ഫാൻസിനെ സംബന്ധിച്ച് അവരുടെ ഇന്ത്യനെക്കാളും വലിയ സ്നേഹം ഇസ്രായേലിനോടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനം എടുത്താൽ അത് ആത്മഹത്യാപരമായി പോകും. അല്ല, നമുക്ക് അങ്ങനെ തോന്നാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പൊളിറ്റിക്സ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പോക്ക് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഈ വിമാനം എല്ലാ കാലത്തും പരിപാടി എന്ന് വെച്ചാൽ മുസ്ലിംസിനെ ക്രിസ്ത്യൻസിനെ ഉപയോഗിക്കുക, ക്രിസ്ത്യൻസിനെ മുസ്ലിംസിനെ ഈ പരിപാടി അമ്മമാർ കളിച്ചുകൊണ്ട്. ഇപ്പോൾ അതിൽ പിന്നെ എന്താണ് ഗെയിമിലേക്ക് അവർ ഇന്ത്യനെ കൂടി വലിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനി തലവേദന ഉണ്ടാക്കുമ്പോൾ നമുക്കെന്താ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി വേണം. അത് നമുക്ക് US ഒന്നും തരില്ല. US വിമാന കൊടുക്കും. വിമാനം എടുത്ത് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. ഇതിൽ റഷ്യയുടെ നിലപാട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്? റഷ്യൻ്റെ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ റഷ്യയും ബേസിക് ശത്രു അമേരിക്കയാണ്. അപ്പോൾ റഷ്യക്ക് അവരുടെ ദേശീയ താല്പര്യം വളരെ പ്രധാനമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സഖ്യം വളരെ അങ്ങോട്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ
ചിലപ്പോൾ നമ്മൾ റഷ്യയായിട്ട് ക്ലോസ് അലയൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം കാണുന്നതല്ല, അതിനപ്പുറത്തുള്ള സൈനികമായ അലയൻസ് വരാൻ സാധ്യതയുണ്ട്. ചൈന ഫാക്ടർ മറികടക്കണത് റഷ്യയുടെ സഹായം വേണം. ഇത് ഇങ്ങനെ വന്ന് ഇലപോലെ വന്ന് എലിപോലെ പോയാൽ പ്രശ്നമല്ല, ഇത് നിന്ന് കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അല്ല, വേറൊരു വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു വാർത്ത എന്ന് പറയുന്നത്, റഷ്യയുടെ പ്രതിരോധ നയത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അവർ വളരെ ടെക്നോളജിക്കലി വളരെ ശക്തമായ ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അവർ ഈ യുക്രൈൻ വാർ ഉപയോഗിക്കുന്നത് എന്തിനാ അറിയോ? അവർ ലോകത്തിനെ പിന്നെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവരുടെ അതിർത്തികളിൽ 7 ഇടത്ത് അതിശക്തമായ ഡ്രോൺ ബേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ഇനി അവർ പിന്നെ ഗിയർ മാറ്റുകയാണ്. അവർക്ക് പലതിനെ പരീക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ യുക്രൈൻ യുദ്ധം അവർക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റാതിരിക്കുന്നല്ല. അത് ചെയ്യാതെ വലിച്ചുകൊണ്ടുവന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പലരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഒരു വാദം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരാഴ്ച കൊണ്ട് ഉക്രൈനെ തീർക്കാൻ സാധിക്കുമായിരുന്നോ എന്ന്. റഷ്യയുടെ മിലിറ്ററി മറ്റ് ഉക്രൈൻ അവർക്ക് ഇരയല്ല. അവർക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞു ലിമിറ്റഡ് ഇൻട്രസ്റ്റേ ഉള്ളൂ. ഒന്ന്, ഈ അവരുടെ ഏരിയകളുള്ള യുക്രൈൻ നാറ്റോ അംഗമാകരുത്. 2, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളെ പ്രൊട്ടക്ഷൻ, ആ പ്രദേശത്തിന് ഓട്ടോണമി, പിന്നെ ക്രിമിയ അവരുടെ കയ്യിൽ തന്നെ വേണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളെ അവർക്കുള്ളൂ. പിന്നെ അവർക്ക് വന്നതിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അവിടെ വേണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അല്ല, ഇത് വേറൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയാണ് ചുക്കാൻ പിടിച്ചത്, ചരട് വലിച്ചത്, ഈ യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കി നിർത്തുക. അതിനോടൊപ്പം തന്നെ റഷ്യക്ക് ചുറ്റും നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് നിറയ്ക്കുക. അപ്പം നിരീക്ഷണം ശക്തമാകുമല്ലോ, അവരുടെ മൂക്കിന് താഴെ വന്നിരുന്ന് നിരീക്ഷിക്കാം. അതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതുകൊണ്ട് അത് തന്നെ. അപ്പോൾ ഇവരെടുത്ത സ്ട്രാറ്റജി ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം തീർക്കലല്ല. ഇവർക്ക് ലിമിറ്റഡ് ആയിട്ട് അതില്ല. ഇവരെ പോയി അവരെ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഈ കാര്യങ്ങൾ അംഗീകരിക്കണം. അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നുമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ നടുവ് കിടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആകെ ജിയോ പൊളിറ്റിക്സ് ആകെ കുഴഞ്ഞു പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എനിക്ക് റഷ്യ ഈ പറയുന്ന പോലെ കാര്യമായിട്ട് അവരുടെ ഫ്ലോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവിടെ ആയുധങ്ങളെ മൂവ്സ് മനസ്സിലാക്കുന്നു, എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നു. ഒരു യുദ്ധ സമാനമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ, വേൾഡ് വാർ സമാനമായ സാഹചര്യം വന്നാൽ എങ്ങനെ ആക്ട് ചെയ്യണം, ജനങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ പലതുമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് നേരെ പോലുമല്ല. ഇറാൻ അമേരിക്ക ഔട്ട് ആൻഡ് ആയിട്ട് യുദ്ധം അമേരിക്ക നടത്താത്ത എന്താണ്, അവർക്ക് ടാർഗറ്റ് ഇല്ല. അവർക്ക് പറ്റുമെങ്കിൽ ആ ഗവൺമെൻറ്റിനെ മാറ്റണം. അതുപോലും ഇല്ലയെന്ന് എനിക്കൊന്ന്. അവർക്ക് അമേരിക്കയുടെ അവരുടെ ഓയിൽ പൊളിറ്റിക്സ് അമേരിക്ക ഒരു ഹാൻഡിലാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ രാജ്യത്തെ ഇത്രയും 2 സ്ക്വാഡ്രൺ മറ്റേ B-52 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യവും തകരും. അല്ലാതെ അതിനെ തടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. മനസ്സിലായില്ലേ? അങ്ങനെ സക്സസ്ഫുള്ളായി തടുക്കാനുള്ള ശേഷി ഉള്ള രാജ്യങ്ങൾ ചൈനയും റഷ്യയാണ്. ബാക്കി ലോകത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത്ര വലിയ ശേഷിയൊന്നുമില്ല അമേരിക്കൻ ഔട്ടായിട്ടുള്ള അറ്റാക്കിനെ തടയുന്നത്. ഫാക്റ്റാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അവർ ഈ പൂച്ചെരീനെ തട്ടിക്കളിക്കുന്ന പോലെ ഇറാനായിട്ട് തട്ടിക്കളിക്കുന്നത്? ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് അവർ പോകാത്തതുകൊണ്ട്. അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു പീരിയഡ് കൂടിയാണ് ഈ ഇറാനുമേലുള്ള സൈനിക നീക്കവും അതിന് ഇടയിലെടുത്തിട്ടുള്ള കുറേയേറെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിലെ ഫ്ലക്ച്വേഷൻസ്, ഒരിക്കൽ സ്ഥിരതയില്ലായ്മ, ഇതൊക്കെ ഒരു നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് അത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക എന്നുള്ളത് ഒരു ശക്തി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അമേരിക്കയുടെ ശക്തിയിൽ സൗദിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകും? സൗദി അമേരിക്കയുടെ ഈ മക്കളാണല്ലോ. അമേരിക്ക സാഹിബിൻ്റെ മക്കളാണ് ഈ മേഖലയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും, പുതിയ രാജ്യങ്ങൾ. മനസ്സിലായില്ലേ? ജോർദാനാണ്, ഇവരാണെങ്കിൽ ഖത്തറാണെങ്കിലും UAE ആണൊക്കെ ആണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ബേസിക്കലി ഒരു ബിലീഫ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇസ്ലാമിനോടുള്ള ഒരു ബന്ധമല്ല അവർക്ക് ഇസ്ലാമായിട്ടുള്ളത്. നമുക്ക് ഇസ്ലാം എന്ന് വെച്ചാൽ അറബികൾ ഇവിടെ കൊണ്ടുവന്ന ഒരു മതമാണ്. അവർ മുഹമ്മദ് നബി അവരുടെ ഇടയിൽ നിന്ന് വന്ന അവരുടെ ആളാണ്. അവർക്ക് വെളിപ്പെട്ട വിശ്വാസമാണ്, അവരെ ലോകശക്തികളാക്കിയ വിശ്വാസമാണ്. അതിനോട് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇറാനോട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറാനോട് അവർക്ക് വലിയ സ്നേഹമൊന്നുമില്ല. അത് നമ്മൾ കാക്കാന്മാർ തമ്മിലടിക്കുന്നതിന് ഭയങ്കര ഫേമസ് ആണല്ലോ. വാചകൻ്റെ മരണം കഴിഞ്ഞാൽ അന്ന് തൊട്ട് തുടങ്ങിയ അടിയാണ്. അതല്ല കാര്യം. പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കൻ്റെ ഒരു ഇൻറ്റൻഷൻ അവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാജാവിന് നല്ല പേടിയുണ്ട്. പിന്നെ ഫസൽ രാജാവ് എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് അവർക്കറിയാം. ഓക്കെ, ഫൈസൽ രാജാവ് അല്ലേ, എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഗൾഫ് മേഖലയെ ബാധിച്ചിട്ടുണ്ട്. ഒരു ആശങ്ക അവരെ ബാധിച്ചിരിക്കുകയാണ്. ആശങ്കയുണ്ട്. എത്ര ഇസ്രായേലിൻ്റെ അപ്പോഴത്തെ പോക്ക്, ഇസ്രായേൽ ഉയർത്തുന്ന ഒരു ഭീഷണി, അതിനെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സൗദി അമേരിക്കയുടെ കൂടെ താല്പര്യം, അവർക്ക് ഫ്രണ്ട് ആയ രാജ്യം ഇന്ത്യയൊക്കെ ഉള്ളൂ. നമ്മളാരെയും പറ്റിക്കില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും അതൊരു വിഷയമാണ്. എന്തായാലും ഇതിപ്പോൾ നോക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്ക റിഗാർഡിങ് ഇസ്രായേൽ ആൻഡ് US
US എപ്പോൾ മാറും, അവരുടെ വാക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംഭവം. അങ്ങനെ വരുമ്പോൾ മറ്റ് സഖ്യങ്ങളുടെ സാധ്യത തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അതിൽ സൗദി മുന്നിട്ടിറങ്ങി. പാകിസ്ഥാൻ, തുർക്കി, ഇതിൽ ഓരോ ഫാക്ടറുണ്ടാവും ഓരോരുത്തർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സൗദി എന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകത്തിൽ ഒരു സേവുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ തുർക്കിയുണ്ട്. സൗദിയുടെ കയ്യിൽ പൈസയുണ്ട്. തുർക്കി നാറ്റോയിലെ മെമ്പറാണ്. ഈ പാകിസ്ഥാൻ അതിന് അണുവായതുണ്ട്. ആഫ്രിക്കയിലെ പ്രധാന ഫോർമിഡബിൾ മിലിറ്ററി ഫോഴ്സാണ് ഈജിപ്റ്റ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യം ഇന്ത്യക്ക് ഒരു പേൻ കടിക്കുന്ന അസ്വസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് ബംഗ്ലാദേശിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ ഓക്കെ. അപ്പോൾ ബംഗ്ലാദേശ് കൂടി കൂടുമ്പോഴാണ് നമുക്കത് ശരിക്കും തലവേദന ആവുന്നത്. പല ഫ്രണ്ടിൽ വാദ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നൊരു തീരുമാനമെടുത്തതുമാകാം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു സമ്മർദ്ദം ആണ്. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു സഖ്യം രൂപപ്പെട്ടു വരികയാണ്. ഒന്ന് പാകിസ്ഥാൻ, തുർക്കി, സൗദി സഖ്യം നിലവിലുണ്ട്. അതിലേക്ക് ബംഗ്ലാദേശ് കൂടി വന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് തലവേദന തന്നെയായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ പ്രതിരോധ ബജറ്റ് ഉയർത്തേണ്ടി വരും. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് സൗദി എന്തുകൊണ്ട് ഈ സഖ്യത്തിൽ ഭാഗമായി എന്നുള്ള ചോദ്യം പലരും പലവട്ടം ചോദിച്ചതാണ്. അതിനുള്ള ഒരേ ഒരു കാരണം ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ തോട്ടുകളാണ്. അതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ നിലപാടുകളിലെ സംശയമാണ്. അമേരിക്ക എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും, കുടിച്ച വെള്ളത്തിൽ അതിന് പറ്റില്ല എന്ന് പലരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സൗദി ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയെ ഇത്തരത്തിലൊരു സഖ്യത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കുവാൻ പാകിസ്ഥാനും തുർക്കിയും സക്സസ്ഫുള്ളി സാധിച്ചിരിക്കുന്നു അവർക്ക്. അപ്പോൾ അത്തരത്തിലൊരു സഖ്യമുണ്ട്. അതിലേക്ക് ബംഗ്ലാദേശ് കൂടി വരുന്നത് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒപ്പം തന്നെ US-ൻ്റെയും ഒക്കെ തന്നെ താല്പര്യപ്രകാരം ആയിരിക്കണം. കാരണം ഇന്ത്യയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ കോപ്പ് കൂട്ടുക, അങ്ങനെയൊരു നീക്കം നടത്തി ഇന്ത്യയെ ദുർബലമാക്കി നിർത്തുക, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുക എന്ന ഒരു ലക്ഷ്യം US-നും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ഫാക്ടേഴ്സ് ഈ പശ്ചിമേഷ്യൻ പൊളിറ്റിക്സ്, സെൻട്രൽ ഏഷ്യ, ദക്ഷിണേഷ്യ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ തന്നെ വ്യാപിച്ചു നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ മാസവും നിർണായകം തന്നെയായിരിക്കും. റഷ്യയുമായി ഇന്ത്യയുടെ ചങ്ങാത്തം ഇനി കൂടാനുള്ള സാധ്യതയാണുള്ളത് എന്നും ഈ ചർച്ചയിലൂടെ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവുകൾ ഇനിയുണ്ടാകും. നിരീക്ഷണം ശക്തമാക്കി കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.